ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് കൺസ്ട്രക്ഷൻ്റെ ബാക്കിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ആരും സംശയമൊന്നും ചോദിച്ചില്ല. കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടാണോ അത് മനസ്സിലാവാനായിട്ടാണോ എന്ന് അറിയില്ല. നിങ്ങൾ വരച്ച് നോക്കണ്ട ടെക്സ്റ്റ് ബുക്കിൽ നോട്ട്ബുക്കിൽ നിങ്ങൾ വരച്ച് നോക്കണം, എന്നാലേ നിങ്ങൾക്ക് സംശയം മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പേജ് നമ്പർ 15 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു അല്ലേ. നിങ്ങൾക്ക് പേജ് നമ്പർ 15 തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ എഴുതിക്കണോട്ടോ. നോട്ട്ബുക്കിലെ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് വേണം ഈ ആൻസർ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ ഭാരമായിട്ട് വരും. എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയെന്ന് വിചാരിക്കണം. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർക്ക് എന്താണ്, നമുക്ക് PDF സമഗ്ര എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ പോർട്ടലിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ അവൈലബിൾ ആണ്, PDF ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ലാപ്ടോപ്പിലോ ഫോണിലൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ തൽക്കാലം അങ്ങനെ നോക്കാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. Draw a rhombus of sides 6 centimeters and one angle 60 degree. Then draw a right triangle of the same area. അല്ലേ, എന്താണ് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത്? റോംബസ് ആണ് വരയ്ക്കേണ്ടത്. സൈഡ്സ് ഒക്കെ എത്രയായിരിക്കണം? 6 സെൻറ്റിമീറ്റർ ലെങ്ത്തിലുള്ള സൈഡ്സ് ഉള്ള റോംബസ് വരയ്ക്കുക. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കണം. ബാക്കി ആംഗിളൊന്നും കാര്യം പറഞ്ഞിട്ടില്ല. ഒരു ആംഗിൾ 60 ഡിഗ്രി, സൈഡ്സ് 6 സെൻറ്റിമീറ്റേഴ്സ് ആയതുകൊണ്ട് ഒരു റോംബസ് വരയ്ക്കുക. അതിന് തന്നെ സെയിം ഏരിയ ഉള്ളൊരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുക എന്നാണ് ചോദ്യം. നമുക്ക് റോംബസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. റോംബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഗർ ABCD, ഇത് റോംബസ് ആണ്. ഇങ്ങനെ നമുക്ക് റോംബസ് അങ്ങനെ വരയ്ക്കാം. ഓപ്പോസിറ്റ് സൈഡ്സ് എപ്പോഴും പാരലൽ ആയിരിക്കും, എതിർവശങ്ങൾ സമാന്തരമായിരിക്കും. നോക്കിയേ, ഈ AB എന്ന വശവും CD എന്ന വശവും എന്താണ്? പാരലൽ ആണ്. പാരലൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അവ തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടില്ല അല്ലേ. നമ്മൾ ഈ AB എന്തോരം നീട്ടിയാലും ഈ CD എന്ന് പറഞ്ഞ പോലെ എന്തോരം നീട്ടിയാലും അവ തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടില്ല. അങ്ങനെ കൂട്ടിമുട്ടാത്ത വരങ്ങൾ നമ്മൾ പറയുന്നതാണ് പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പം AB പാരലൽ ടു, ഇനി നമുക്ക് AB പാരലൽ, ഇങ്ങനെയാണ് പാരലലുള്ള സൈഡ്. AB പാരലൽ ടു എന്താണ്? DC. ഈ വശം പാരലാണ്, ഓപ്പോസിറ്റ് വശങ്ങൾ പാരലാണ് അല്ലേ. പിന്നെ എന്താണ് ഓപ്പോസിറ്റ് വശങ്ങൾ? AD പാരലൽ ടു BC, AD പാരലൽ ടു BC. അങ്ങനെയാണ് നമുക്ക് റോംബസിന് തിരിച്ചറിയാൻ പറ്റുക. ഓപ്പോസിറ്റ് വശങ്ങൾ പാരലായിരിക്കണം. പിന്നെ എന്തും പിന്നെ അഡ്ജസ്റ്റന്റ് ആംഗിൾസ്. ഇവിടെ നമുക്കൊരു 60 ഡിഗ്രിയാണ് ആംഗിൾ വേണ്ടതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് Aയിൽ 60 ഡിഗ്രി വരും. എന്താണ് ഇങ്ങനെ വന്നെ സെയിം ലൈനിൽ വന്ന ആംഗിൾസിന്റെ സമ്മ് 180 കൂടി ആയിരിക്കണം റോംബസിൽ. അപ്പോൾ ഇവിടെ 60 വന്നു അല്ലേ. അപ്പോൾ 180, 180ലേക്ക് ഇനി ബാക്കി രണ്ട് Aയും Bയും കൂടുമ്പോൾ 180 ആണ് കിട്ടേണ്ടത്. ഇപ്പോൾ ഓൾറെഡി നമുക്ക് 60 ഇവിടെ കിട്ടി. അപ്പോൾ ആംഗിൾ B എത്രയായിരിക്കണം? ആംഗിൾ B = 60. മൊത്തം വേണ്ടത് 180. 60 ഓൾറെഡി ഇവിടെ ഉണ്ട് അല്ലേ. 180 - 60, 0 to 1. ഇവിടെ എന്തായിരിക്കും വരാ? 120 ഡിഗ്രി ആയിരിക്കും ഇവിടെ വരാം. പിന്നെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ C 60 ഡിഗ്രി ആയിരിക്കും, ഈ D 120 ഡിഗ്രി ആയിരിക്കും. അതാണ് റോംബസിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് ഈ റോംബസ് വരയ്ക്കണം അല്ലേ. റോംബസിൻ്റെ വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ സ്കെയിൽ എടുക്കുക. 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. 6 സെൻറ്റിമീറ്റർ ആണ് വശങ്ങളെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 6 സെൻറ്റിമീറ്റർ നീളത്തിൽ വരച്ചിട്ട് നമ്മൾ നെയിം ചെയ്തു AB. എന്താണ് വേണ്ടത്? നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ആംഗിൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 60 ഡിഗ്രി. നിങ്ങളെല്ലാവരും പ്രൊട്രാക്ടർ എടുക്കുക. എന്താണ് പ്രൊട്രാക്ടർ എടുക്കുക? 60 ഡിഗ്രി Aയിൽ കുത്തിയിട്ട് 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. Aയിൽ ട്രാക്ടർ വയ്ക്കുക, Aയിൽ പ്രൊട്രാക്ടർ വയ്ക്കുക, 60 ഡിഗ്രി മാർക്ക് ചെയ്തു. 60 ഡിഗ്രി മാർക്ക് ചെയ്തപ്പോൾ അങ്ങനെ വരാം, ഈ ലൈൻ ജോയിൻ ചെയ്യുക, അല്ല ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. 60 ഡിഗ്രി 60 കോണളവായിട്ടുള്ള ഒരു വര നീട്ടി വരച്ചു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി, ഇങ്ങനെ വര കിട്ടി. ഇനി എന്താണ് സൈഡ് വേണ്ടത്? സൈഡ് 6 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് അല്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് എടുക്കുക? സ്കെയിൽ തന്നെ കോമ്പസ് എടുക്കുക. കോമ്പസിൽ നമ്മൾ 6 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക, ലെങ്ത് എടുക്കുക, Aയിൽ കുത്തുക, 6 സെൻറ്റിമീറ്ററിൻ്റെ ആർക്ക് കട്ട് ചെയ്യുക. ഇതായിരിക്കും 6 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി എന്താണ് വേണ്ടത്? ഇനി നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് ഫിഗർ മാറ്റി വേണം. ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞല്ലേ, ഈ Aയിലും Bയിലും
എയിൽ 60 ഡിഗ്രി ഉണ്ട്, ബിയിൽ അപ്പോൾ എത്രയാണ് വേണ്ടത്? 120 ഡിഗ്രി. അത് ഫിഗറിൽ എഴുതി കാണിച്ചില്ലേ? കാരണം എയും ബിയും കൂട്ടുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടണം, 180 ഡിഗ്രി കിട്ടണം. റോംബസിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇവിടെ 60 ഡിഗ്രി വന്നു അല്ലേ? അപ്പോൾ ബിയിൽ എത്ര ഡിഗ്രി വരും? 180 60 കുറച്ചപ്പോൾ 120. തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ പ്രൊട്ടാക്ടർ എടുക്കുക, ബിയിൽ കുത്തുക. എത്ര ഡിഗ്രി മാർക്ക് ചെയ്യുക? 120 ഡിഗ്രി. 120 ഡിഗ്രി നിങ്ങൾ മാർക്ക് ചെയ്തു. 120 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് നേരെ വരച്ചു. 2 ഡിഗ്രി മാർക്ക് ചെയ്തു, നേരെ വരച്ചു. ഇവിടെ സൈഡിൽ തന്നെ വേണം 6 സെന്റിമീറ്റർ തന്നെ വേണം അല്ലേ? അപ്പോൾ കോമ്പസ് എടുക്കുക. കോമ്പസിൽ 6 സെന്റിമീറ്റർ ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടി. ഇനി നോക്കാം, ഇനി മുകളിലൊരു വശം കൊണ്ടുണ്ട് അല്ലേ? മുകളിൽ എത്ര തന്നെയാണ് വേണ്ടത്? 6 സെന്റിമീറ്റർ തന്നെയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ സീൽ കുത്തുക. സീൽ കുത്തിയിട്ട് എത്രയാണ് എടുക്കുക? കോമ്പസിൽ 6 സെന്റിമീറ്റർ എടുക്കുക. ഇവിടെ കുത്തിയിട്ട് ആർക്ക് കട്ട് ചെയ്യുക. ഈ 2 ആർക്കുകളും കൂട്ടിമുട്ടുന്ന പോയിന്റിലേക്ക് നിങ്ങൾ ലൈൻസിനെ യോജിപ്പിക്കുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ നിങ്ങൾ മെഷർമെന്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ ഒരു റോംബസ് കിട്ടി. എന്താ പറഞ്ഞിട്ടുള്ളത്? സൈഡ്സ് ഒക്കെ എന്താ തന്നെയായിരിക്കും? ഇവിടെ 6 തന്നെയായിരിക്കണം, ഇവിടെ 6 സെന്റിമീറ്റർ തന്നെയായിരിക്കണം. പിന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ ക്വസ്റ്റിനിൽ ഈ റോംബസിന് ഈക്വൽ ആയിട്ടുള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ റോംബസിന്റെ ഏരിയക്ക്, ഈ പരപ്പളവിന് തുല്യമായിട്ടുള്ള ഒരു ട്രയാംഗിൾ, ത്രികോണം, റൈറ്റ് ആംഗിൾ ത്രികോണം വരയ്ക്കണം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ക്വാഡ്രിലാറ്ററലിന്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെയാണ് ട്രയാംഗിൾ വരച്ചത്? കഴിഞ്ഞ ക്ലാസ്സിനെ പഠിപ്പിച്ചത് എങ്ങനെയാണ്? ഫസ്റ്റ് ഡയഗണൽ ജോയിൻ ചെയ്യുക അല്ലേ? ഏത് ആംഗിൾ എടുക്കാം? നമുക്ക് ബി സി എന്ന് ഡയഗണൽ എടുക്കാം. ഫസ്റ്റ് നമ്മൾ ബി സി ജോയിൻ ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്താണ് ഞാൻ പറഞ്ഞത്? ബി സി എന്ന ലൈനിന് പാരലായിട്ട് എന്താണ് ഈ ഡിക്ക് ടച്ച് ചെയ്യണ ഒരു ലൈൻ വരയ്ക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ബി സി എന്ന ലൈനിന് പാരലായിട്ട് ഡിക്ക് പാസ് ചെയ്യുന്ന ഒരു പാരലൽ ലൈൻ വരയ്ക്കണം. അപ്പോൾ അതിനെന്ത് പാരലൽ വരയ്ക്കാൻ നമുക്ക് എന്തെടുക്കുക? സെറ്റ് സ്ക്വയറും സ്കെയിലും എടുക്കുക. സെയിം മെത്തേഡ് തന്നെ സെറ്റ് സ്ക്വയർ എവിടെ വയ്ക്കുക? സെറ്റ് സ്ക്വയറിന്റെ മാർക്കിങ്ങുള്ള വശം നമ്മൾ ഡയഗണലിൽ വയ്ക്കുക. സ്കെയില് ഫിക്സഡ് ആക്കി വയ്ക്കുക. സെറ്റ് സ്ക്വയർ മൂവ് ചെയ്യുക. ഇവിടെ വരെ മൂവ് ചെയ്യുക. ഈ പോയിന്റ് ഡി എന്ന പോയിന്റിൽ ടച്ച് ചെയ്യണവരെ തുടരണവരെ മൂവ് ചെയ്യുക. അവിടെ എന്ത് ചെയ്യുക? അവിടെ നമ്മൾ വരയ്ക്കുക അല്ലേ? വരച്ചിട്ട് എന്ത് ചെയ്യുക? ഈ ലൈനിനെ നമ്മൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. താഴത്തേക്ക് വരയ്ക്കാം. അപ്പൊ നമുക്ക് പേര് കൊടുക്കാം ഇ. അപ്പൊ എന്താണ് പ്രത്യേകത? ഈ ബി സി എന്ന ലൈനിന് പാരലാണ് എന്ത് ലൈൻ? ഡി ഇ എന്ന ലൈൻ സമാന്തരം. ഈ സി ബി എന്ന് പറഞ്ഞ വരയും ഡി ഇ എന്ന് പറഞ്ഞ വര എന്താണ്? സമാന്തരങ്ങളാണ്. എന്ത് ചെയ്യേണ്ട നമുക്ക്? കഴിഞ്ഞ സ്റ്റെപ്പിൽ എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിപ്പിച്ച? അടുത്ത സ്റ്റെപ്പ് എന്താണ്? താഴെയുള്ള പോയിന്റ്സ് തമ്മിൽ യോജിപ്പിക്കുക അല്ലേ? ബിയും ഇയും തമ്മിൽ നമ്മൾ യോജിപ്പിച്ചു. അടുത്ത എന്താണ് പഠിച്ചത്? ഏത് തമ്മിൽ യോജിപ്പിക്കാനാണ് പഠിച്ചത് നമ്മള്? കഴിഞ്ഞ ക്ലാസ്സിൽ സെയിം തന്നെയാണ്. ഈ സി എന്ന ഡയഗണലിൽ വരച്ച് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതും ഇവിടുത്തെ ഈ നമ്മൾ യോജിപ്പിക്കുക. അപ്പൊ ഇതിനൊരു കണ്ടോ? അപ്പൊ നമുക്ക് ആവശ്യമായ ട്രയാങ്കിൾ ഏതാണ്? ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തരാം. ഇതിവിടെ 90 ഡിഗ്രി ആയിരിക്കും. അതാണ് നമുക്ക്. അപ്പോൾ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് ആവശ്യമായ ഷെയ്ഡ് ചെയ്തതിന ട്രയാങ്കിൾ ഏതാണ്? എ ഇ സി. ട്രയാങ്കിൾ എ ഇ സി ആണ് നമ്മുടെ ആവശ്യമുള്ള ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. എങ്ങനെയും പറയാം. എന്താണ് വരയ്ക്കാൻ പറഞ്ഞത്? വശങ്ങൾ 6 സെന്റിമീറ്റർ നീളമുള്ള റോംബസ് വരയ്ക്കുക. റോംബസ് വരച്ചിട്ട് എന്താ ചെയ്യുക? റോംബസ് വരച്ചിട്ട് ആ റോംബസിന്റെ ഏരിയക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അതിനുള്ളിൽ കൺസ്ട്രക്ട് ചെയ്യണം, വരയ്ക്കണം അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എ ബി 6 സെന്റിമീറ്റർ ഒരു വര വരച്ചു. നമുക്കൊരു ആംഗിൾ തന്നിട്ടുണ്ട്, 60 ഡിഗ്രി ആംഗിൾ തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ 60 ഡിഗ്രി എഴുതി വെക്കുക, ഒരു ലൈൻ വരയ്ക്കുക. പിന്നെ 6 സെന്റിമീറ്റർ കോമ്പസ് എടുക്കുക. ഇവിടെ നമ്മൾ എന്ന് ആർക്ക് കട്ട് ചെയ്തു, ഇവിടെ സിയിലേക്ക് ആർക്ക് കട്ട് ചെയ്തു. ലെങ്ത് 6 സെന്റിമീറ്ററിൽ. ഇനി എന്താണ് പറഞ്ഞത്? റോംബസിൽ എപ്പോഴും അടിയിൽ അടുത്തടുത്ത 2 ആംഗിളുകൾ നമ്മൾ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ 60 ആണ് നമ്മൾ എടുത്തത് അല്ലേ? 60 എടുത്തെങ്കിൽ അപ്പുറത്ത് എന്ത് വരും?
ഇവിടെ എന്താണ് വേണ്ടത്? ബിയിൽ 180 ആവാൻ എന്താണ് 180 180 മൊത്തം 180 വേണം അല്ലേ? A+B 180 ആണ് വേണ്ടത്. A എത്രയാണെന്നറിയാം? 60 ആണെന്നറിയാം. അപ്പൊ B എത്ര വരും? 180 60 കുറയ്ക്കാം 120 ഡിഗ്രി. അതുകൊണ്ട് നമ്മൾ ബിയിൽ 120 ഡിഗ്രി എടുക്കുക, ലൈൻ വരയ്ക്കുക. എന്ത് ചെയ്യുക? അവിടെയും 6 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുക, ആർക്ക് കട്ട് ചെയ്യുക. പിന്നെ നമ്മൾക്ക് മോഡലസും ജോയിൻ ചെയ്യാൻ്റെ അല്ലേ? മോഡലസും ജോയിൻ ചെയ്യാൻ എന്ത് തന്നെ? സിയിൽ കുത്തുക, 6 സെന്റിമീറ്ററിന്റെ ആർക്ക് ഇവിടേക്ക് കട്ട് ചെയ്യുക. ഇവിടെ 2 ആർക്കുകൾ തമ്മിൽ കൂട്ടി യോജിക്കും. ആ പോയിന്റിൽ നിന്ന് ബിയിലേക്കും ആ പോയിന്റിൽ നിന്ന് സിയിലേക്കും ജോയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യമായ റോംബസ് കിട്ടിക്കഴിഞ്ഞു. ഞാൻ എന്താണ് ക്വസ്റ്റ്യൻ? ഇതിന്റെ ഉള്ളിൽ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കണം. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കാൻ നമ്മൾ ആദ്യം റോംബസിന്റെ ഒരു ഡയഗണൽ ജോയിൻ ചെയ്തു. നിങ്ങൾക്ക് ഈ ഡയഗണൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഏത് ഡയഗണൽ വേണമെങ്കിലും എടുക്കാം. ഏത് ഡയഗണലാണോ എടുക്കണേ ആ ഡയഗണലിൽ പാരലായിട്ട് വര വരയ്ക്കണമെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇപ്പം ഞാൻ എടുക്കുന്നത് എന്താണ്? BC എന്ന ഡയഗണൽ എടുത്തു. BC എന്ന ഡയഗണലിന് പാരലായിട്ട് സെറ്റ് സ്ക്വയറും സ്കെയിലും വെച്ച് പാരലായിട്ട് D എന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു പാരലൽ ലൈൻ വരച്ചു, സമാന്തര വര വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ബിയും ഇയും തമ്മിൽ യോജിപ്പിച്ചു. പിന്നെ എന്ത് ചെയ്തു? ഈ സിയും ഇയും തമ്മിൽ യോജിപ്പിച്ചു. അപ്പോൾ നമുക്ക് നോക്കി ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടി. ആ ട്രയാങ്കിൾ നമ്മൾ ഷെയ്ഡ് ചെയ്തു. അതാണ് നമുക്ക് ആവശ്യമായ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇതിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഈ റോംബസിന്റെ ഏരിയ എത്രയാണോ അത് തന്നെയായിരിക്കും നമ്മളിപ്പോൾ ഈ വരച്ച ട്രയാങ്കിളിന്റെ ഏരിയയും. രണ്ടിന്റെ ഏരിയയും സെയിം ആണ്. അതാണ് ഈ ക്വസ്റ്റ്യനിൽ വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് മെഷർമെന്റ് എടുത്ത് വേണം വരയ്ക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത തേർഡ് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറയാ? ഡ്രോ എ റെഗുലർ പെന്റഗൺ ആൻഡ് ദെൻ എ ട്രയാങ്കിൾ ഓഫ് ദ സെയിം ഏരിയ, കാൽക്കുലേറ്റ് ദ ഏരിയ. എന്നിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഒരു പെന്റഗൺ വരയ്ക്കണം. പെന്റഗണിന്റെ ഏരിയക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. അതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അത്രയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? പെന്റഗൺ എന്ന് വെച്ചാൽ എന്താ? പെന്റഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പഞ്ചഭുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര 2 സൈഡ്സ് ഉണ്ടാവും? പെന്റഗണിന് 5 സൈഡ്സ് ആണ് ഉള്ളത്. റെഗുലർ പെന്റഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? റെഗുലർ എന്നൊരു വാക്ക് മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അതിന്റെ എല്ലാ സൈഡ്സും സെയിം മെഷർമെന്റ് തന്നെയായിരിക്കണം. ഇപ്പൊ റെഗുലർ ഹെക്സഗൺ, റെഗുലർ പെന്റഗൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ്സ് സെയിം ആയിരിക്കും. അപ്പൊ നിങ്ങൾ മെഷർമെന്റ് തന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ ഏത് മെഷർമെന്റ് ആണോ എടുക്കണേ ആ മെഷർമെന്റ് തന്നെ വേണം എല്ലാ സൈഡ്സിനും വരാൻ. ഇപ്പൊ റെഗുലർ പെന്റഗണിന്റെ കേസിൽ എന്താണ്? ഇപ്പൊ ഞാൻ 4 സെന്റിമീറ്റർ ആണ് ഇവിടെ എടുക്കണേന്ന് നോക്കിയാൽ. അപ്പൊ എന്താണ്? എല്ലാ സൈഡിലും 4 സെന്റിമീറ്റർ തന്നെ വേണം എടുക്കാൻ. പിന്നെ പെന്റഗന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെഗുലർ പെന്റഗന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആംഗിളും 108 ഡിഗ്രി ആയിരിക്കും, 108 ഡിഗ്രി ആയിരിക്കും എല്ലാ ആംഗിളും. ഇപ്പൊ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം. AB നമ്മൾ ബേസ് വരച്ചു 4 സെന്റിമീറ്റർ. എന്ത് ചെയ്യുക? 108 ഡിഗ്രി ആണല്ലോ എല്ലാ സൈഡിലും. ഞാൻ പറഞ്ഞു 108 108 180 അല്ല 108 ഡിഗ്രി കേട്ടാ, 108 ഡിഗ്രി. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ പ്രൊട്രാക്ടർ എടുക്കുക, പ്രൊട്രാക്ടർ എയിൽ വയ്ക്കുക, 108 ഡിഗ്രി മാർക്ക് ചെയ്യുക. 108 അങ്ങനെ വയ്ക്കും. ഈ പോയിന്റ് എയിൽ പ്രൊട്രാക്ടർ ഫിക്സ് ചെയ്ത് വെക്കുക. 90 ഡിഗ്രി ഈ ലൈൻ്റെ നിങ്ങൾക്ക് അറിയാം, പ്രൊട്രാക്ടർ വയ്ക്കാൻ അറിയാം, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇവിടെ വയ്ക്കുക. എന്നിട്ട് എത്രയാണ് മാർക്ക് ചെയ്യേണ്ടത്? 108 ഡിഗ്രി. അപ്പം ലൈൻ ഇങ്ങോട്ട് ആയിരിക്കും സ്റ്റാൻഡിങ് വരിക. 108 ഡിഗ്രിയാണ് മാർക്ക് ചെയ്താൽ 108 ഡിഗ്രി മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ ബിന്ന് എത്ര തന്നെ വേണം? സെയിം ആംഗിൾ ആണ് 108 ഡിഗ്രി. പ്രൊട്രാക്ടർ ഒക്കെ അപ്പൊ ഈ സൈഡിലേക്കായിരിക്കും ശരി. ഇപ്പോഴും മാർക്കിങ്സ് നമ്മൾ തുടങ്ങുന്നത് 0 എന്നാണ് തുടങ്ങാനായിട്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് സൈഡിലേക്കായിരിക്കും ചെരിവ്? നിങ്ങൾ ഇങ്ങനെ ഉള്ളിലേക്ക് വരച്ച് വെക്കരുത്. ഇപ്പോഴും പുറത്തേക്കായിരിക്കും 108 വരാം. 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ കറക്റ്റ് 90 ഡിഗ്രി ഇത്രയല്ലേ? അപ്പൊ എന്തായാലും 108 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 90 ഡിഗ്രീനേക്കാൾ വലിയതായിരിക്കും. അപ്പൊ 108 ഡിഗ്രി എടുക്കുക. രണ്ട് ലൈൻ വരച്ചു. നമുക്ക് സൈഡ്സ് എത്രയാണ് വേണ്ടത്? നമ്മൾ എവിടെ എത്രയാണോ എടുത്തത്, ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ്സ് എടുക്കാം. ഞാൻ അവിടെ 4 എടുത്തു. നിങ്ങൾക്ക് 5 എടുക്കണമെങ്കിൽ നിങ്ങൾ എല്ലാ സൈഡ്സും 5 തന്നെ എടുക്കുക. അപ്പൊ ഞാൻ 4 എടുത്തുകൊണ്ട് എല്ലാ സൈഡ്സും 4 തന്നെ എടുക്കാൻ പോവാം. അപ്പൊ എന്ത് ചെയ്യാൻ തന്നെ കോമ്പസിൽ സ്കെയിലിൽ
4 സെന്റിമീറ്റർ മെഷർ ചെയ്യുക, എയിൽ കുത്താം, ആർക്ക് കട്ട് ചെയ്യുക. 4 സെന്റിമീറ്റർ ആയിരിക്കും ഇത്രയും. ബിയിൽ തന്നെ ചെയ്യുക, ബിയിലും കോമ്പസ് കുത്താം, 4 സെന്റിമീറ്ററിന് ആർക്ക് കട്ട് ചെയ്യുക. എന്താ ചെയ്യുക? നോക്കി പോയിന്റ് കിട്ടി അല്ലേ? ഈ 2 പോയിന്റ് കിട്ടി. ഈ 2 പോയിന്റ് കിട്ടി. അവിടെ തന്നെ എന്ത് ചെയ്യുക? തന്നെ നമ്മൾ പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടർ ഈ പോയിന്റിൽ വയ്ക്കുക കേട്ടോ. ഈ പോയിന്റിൽ പ്രൊട്രാക്ടർ വയ്ക്കുക. അവിടുന്ന് എത്ര തന്നെ എടുക്കുക? 108 ഡിഗ്രി തന്നെ എടുക്കുക. എത്ര വരും ഇപ്പോൾ? 108 ഡിഗ്രി വരുമ്പോൾ 100, 108 ഉള്ളിലേക്കായിരിക്കും ഇവിടേക്ക് വരാം കേട്ടോ. ഇവിടെ ഈ പോയിന്റിൽ കുത്തിയിട്ട് 108 ഡിഗ്രി എടുക്കുക. ബോർഡിലായതുകൊണ്ട് കറക്റ്റ് മെഷർമെന്റ് കുറച്ച് വ്യത്യാസം വരും. നമുക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് മെഷർമെന്റ് ആയിട്ട് ചെയ്യാം. ഇങ്ങനെ ഒരു ലൈൻ പോവും, ഇങ്ങനെ ഒരു ലൈൻ പോവും അല്ലേ? എന്തായിരിക്കും? തന്നെ നിങ്ങൾ കോമ്പസിൽ 4 സെന്റിമീറ്റർ മെഷർ ചെയ്യുക, ആർക്ക് കട്ട് ചെയ്യുക. ഇവിടെ നിന്നും കോമ്പസിൽ 4 സെന്റിമീറ്റർ മെഷർ ചെയ്യുക, ആർക്ക് കട്ട് ചെയ്യുക. എന്തായാലും നമ്മൾ കൂട്ടി യോജിക്കും, ആർക്കുകൾ തമ്മിൽ കൂട്ടി യോജിക്കും. ആ കൂട്ടി യോജിക്കുന്ന പോയിന്റിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. അങ്ങനെയാണ് നമ്മളൊരു പെൻറ്റഗൺ വരയ്ക്കുക. എല്ലാ സൈഡും ഒരേപോലെ ഇരിക്കും. ഇപ്പം ഞാൻ ആംഗിളുകൾ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. എല്ലാ ആംഗിളും 108 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 108 ഡിഗ്രി തന്നെയായിരിക്കും. പക്ഷെ നിങ്ങൾ മെഷർ ചെയ്യേണ്ട, ആർക്ക് ടൈം കറക്റ്റായിട്ട് വന്നോളൂ. ഇതാണ് റഫ് ഫിഗർ. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞ് വരയ്ക്കേണ്ടതെന്ന് സംശയമുള്ളവർ ശ്രദ്ധിക്കുക. എന്ത് ചെയ്യുക? 4 സെന്റിമീറ്റർ നീളമുള്ളൊരു ബേസ് വരച്ച് നമ്മൾ പെൻറ്റഗൺ ആണ് വരയ്ക്കേണ്ടത്. AB. പിന്നെ എന്ത് ചെയ്യുക? എയിൽ നമ്മൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് 108 ഡിഗ്രി മാർക്ക് ചെയ്യുക. 108 ഞാൻ ഇപ്പോൾ കറക്റ്റ് മെഷർമെന്റ് ആയിരിക്കില്ല എൻ്റെ, കാരണം ഞാൻ ബോർഡ് യൂസ് ചെയ്യുമ്പോൾ മെഷർമെന്റ്സിന് വ്യത്യാസം വരും. 108 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇവിടെ ബിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക? ബിയിലും വെച്ചിട്ട് 108 108 കേട്ടോ, 108 മാറിപ്പോയത്. 108 ഡിഗ്രി മാർക്ക് ചെയ്യുക. സോറി മെഷർമെന്റ് ചെറിയ വ്യത്യാസം വന്നു. 108 സോറി പക്ഷെ മാറിപ്പോയിട്ടോ. 108 ഡിഗ്രിയും കൂടെ വരയ്ക്കുക. 0 വേണേൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാനായിട്ട്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും പോവുക. ഇങ്ങനെ ഒരു ലൈൻ കിട്ടും, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലൈൻ കിട്ടും. രണ്ടൊന്നാണ് 108 ഡിഗ്രി എടുത്ത് രണ്ടും വരച്ചു. നമുക്ക് എന്ത് ചെയ്യാം? സ്കെയിലും കോമ്പസും വെച്ചിട്ട് 4 സെന്റിമീറ്റർ മെഷർ ചെയ്യാം. നമുക്ക് ഇങ്ങനെ 2 വരകൾ അപ്രോക്സിമേറ്റ്ലി ഞാൻ ചെയ്യണേ. 4 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ആയിട്ടുള്ള 2 ആർക്ക് നമ്മൾ കട്ട് ചെയ്തു. ആർക്ക് കട്ട് ചെയ്ത് ഇനി എന്ത് ചെയ്യണം? ഈ കട്ട് ചെയ്ത ആർക്കില്ലേ നമുക്ക് പേര് കൊടുക്കാം, CD എന്ന് പേര് കൊടുക്കാം. എന്ത് ചെയ്യാം? ഈ സി എന്ന ലൈനിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് തന്നെ 108 ഡിഗ്രി എടുക്കാം. സിയിൽ വെച്ചു 108 എടുക്കുക. അപ്പോൾ 108 എടുക്കുമ്പോൾ ഉള്ളിലേക്കായിരിക്കും വരാട്ടോ. 0 എടുക്കണം, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 0 ആയിരിക്കണം മെഷർമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 108 ഡിഗ്രി ഇവിടെ അതേപോലെ തന്നെ ഡിയിൽ വയ്ക്കുക. 108 ഡിഗ്രി എടുക്കുക. 108 ഡിഗ്രി എന്ന് പറയുമ്പോൾ 110 108 ഡിഗ്രി മാർക്ക്. അപ്പം ഇങ്ങോട്ട് വരാ, ഇങ്ങനെയായിരിക്കും വരാതെ കേട്ടോ. ഈ ലൈൻസ് തമ്മിൽ ഇങ്ങനെ പോവും. എന്ത് ചെയ്യുക? നിങ്ങൾ 4 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക, ആർക്ക് കട്ട് ചെയ്യുക. ഇങ്ങനെ കൂട്ടിമുട്ടും നിങ്ങൾക്ക് കേട്ടോ. ഇങ്ങനെ 2 ആർക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടും. അപ്പോൾ മെഷർമെന്റ് എടുത്ത് വരയ്ക്കാത്തതുകൊണ്ടാണ് ഈ കൂട്ടിമുട്ടാത്തത്. നിങ്ങൾ കറക്റ്റ് കൂട്ടിമുട്ടും. കൂട്ടിമുട്ടിയാലേ അത് കറക്റ്റ് ആവുള്ളൂ. എന്താണ് പ്രത്യേകത? എല്ലാ ആംഗിൾസും 108 ആയിരിക്കും. അതാണ് പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് പെൻറ്റഗൺ വരയ്ക്കണം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഈ സൈഡ്സ് തന്നെയായിരിക്കും 4 സെന്റിമീറ്റർ ആയിരിക്കും, ഇതും 4 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പം എങ്ങനെയാണ് ഒരു പെൻറ്റഗൺ വരയ്ക്കാൻ പഠിച്ചു. ഇനി ഈ പെൻറ്റഗണിൻ്റെ ഉള്ളിൽ എന്ത് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? ഈ പെൻറ്റഗണിൻ്റെ ഉള്ളിൽ ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പെൻറ്റഗണിൻ്റെ ഉള്ളപ്പോൾ നമുക്ക് എങ്ങനെ സെയിം ഏരിയ ഉള്ള ട്രയാങ്കിൾ വരയ്ക്കണം അല്ലേ? അപ്പോൾ എങ്ങനെ വരയ്ക്കാം? ഇത് നോക്കി ഡയഗണൽ വരയ്ക്കണം അല്ലേ? നമുക്ക് എത്ര ട്രയാങ്കിൾ വരയ്ക്കാം? ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഇത് താഴത്തേക്ക് നിരക്കി വരയ്ക്കാൻ എളുപ്പത്തിന്.
ഇതാണ് നമ്മുടെ നിങ്ങൾ വരയ്ക്കുന്നത് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ മെഷർമെൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ നമ്മൾ പേര് കൊടുത്തു ABCD E. എല്ലാവരും എത്ര തന്നെയാണ് നേരത്തെ വരച്ച പോലെ തന്നെ കേട്ടോ. 180 ഡിഗ്രിയാണ് എല്ലാവരും. സൈഡ്സൊക്കെ റെഗുലർ ആയതുകൊണ്ട് എല്ലാവർക്കും 4 ആണെന്നുണ്ടെങ്കിൽ 4, നിങ്ങൾ 5 എടുക്കണമെന്നുണ്ടെങ്കിൽ 5, 6 ആണെന്നുണ്ടെങ്കിൽ 6 കേട്ടോ. അത് ചിന്തിച്ചാൽ മതി. ബാക്കിയൊക്കെ എല്ലാം സെയിം ആണ്. ആംഗിളുകൾക്ക് വ്യത്യാസമൊന്നും വരില്ല കേട്ടോ. സൈഡുകൾ മാത്രം വ്യത്യാസം വരുള്ളൂ. ഞാൻ 4 എടുത്താണ് വരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എടുത്ത് വരച്ച് നോക്കാം. നമ്മളിങ്ങനെ വരച്ചു. എന്നാൽ നമുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ കൊല്ലം ആനുവൽ എക്സാം ചോദിച്ച ചോദ്യമാണിത്. കഴിഞ്ഞ കൊല്ലം ക്രിസ്മസ് ഓണപ്പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണിത്. അപ്പം എന്ത് ചെയ്യുക? ട്രയാങ്കിൾ വരയ്ക്കണം അല്ലേ? ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യുക? ഒരു ഡയഗണൽ വേണ്ടേ നമുക്ക്? ഈ ബി എന്ന ഡയഗണൽ, ഈ ബി ഡയഗണലാണ് കേട്ടോ. ഈ ബി എന്ന ഡയഗണൽ വരച്ചു. ഇനി എന്ത് ചെയ്യുക? ഈ ഡയഗണലിന് പാരലായിട്ട് സി എന്ന പോയിന്റ് ഇവിടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കണം. അപ്പോൾ ഇങ്ങനെ വരയ്ക്കാം. നമ്മൾ നേരത്തെ ഒക്കെ വരച്ച മാതിരി തന്നെ എന്ത് ചെയ്യുക? സെറ്റ് സ്ക്വയറും സ്കെയിലും എടുക്കുക. സെറ്റ് സ്ക്വയറും സ്കെയിലും എടുക്കുക. എന്ത് ചെയ്യുക? സെറ്റ് സ്ക്വയർ ഇവിടെ വയ്ക്കുക. സെറ്റ് സ്ക്വയർ നമ്മൾ ഈ ഡയഗണലിൽ വെക്കും. ഏത്? ഈ മാർക്കിംഗ് ഉള്ള വശം കേട്ടോ. ഈ മാർക്കിംഗ് ഉള്ള വശമാണ് വെക്കേണ്ടത്. ഈ മാർക്കിംഗ് ഉള്ള വശം നമ്മൾ ഡയഗണലിൽ വെച്ചു. ഡയഗണൽ സ്കെയിൽ തൊട്ടടുത്ത് ചേർത്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ഈ സെറ്റ് സ്ക്വയർ നമ്മൾ മൂവ് ചെയ്യുക. സെറ്റ് സ്ക്വയർ മൂവ് ചെയ്യുമ്പോൾ എവിടെ വരെ മൂവ് ചെയ്യുക? ഈ സി എന്ന പോയിന്റിൽ ടച്ച് ചെയ്യണ വരെ മൂവ് ചെയ്യുക. സി എന്ന പോയിന്റ് ടച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്യുക? ഈ ലൈൻ നമ്മൾ താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഡി ഇ നമ്മൾ പേര് കൊടുത്തു. ഡി എന്ന് പേര് കൊടുത്തു. എന്താണ് ചെയ്യേണ്ടത്? അടുത്ത് ഈ ബിയും ഇയും തമ്മിൽ യോജിപ്പിക്കാം. ബി എന്ന് പേര് കൊടുത്തു. എക്സ്റ്റാൻഡിങ് ഒന്നും റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 പോയിന്റുകളിലും സ്ട്രെയിറ്റ് ആയിട്ട് യോജിപ്പിക്കുക. ബി ഇ തമ്മിൽ യോജിപ്പിക്കുക. അടുത്തത് എന്താണ്? ഇ ഓൾറെഡി കൊടുത്തു അല്ലേ? എഫ് ബിയും എഫും തമ്മിൽ യോജിപ്പിക്കുക. അടുത്തത് എന്താണ്? ഇയും എഫും തമ്മിൽ യോജിപ്പിക്കുക. അത് നമ്മൾ പകുതി ഇവിടെ വരച്ചു കഴിഞ്ഞു. ഞാൻ അടുത്ത് എന്ത് ചെയ്യണേ? വേറെ ഡയഗണൽ കൊണ്ട് വരയ്ക്കണം അല്ലേ? ഈ എ ഇ എന്ന് പറയുന്നത് വേറെ ഡയഗണൽ അല്ലേ? അപ്പോൾ നമ്മൾ എ ഇ ജോയിൻ ചെയ്യുക. എന്നാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇവിടെ നമ്മൾ വരച്ചില്ലേ? ആ സെയിം സ്റ്റെപ്പാണ് ഈ സൈഡിലും ചെയ്യുന്നത്. 2 സൈഡിലും ചെയ്യുന്നത് സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഈ ബി എന്ന ലൈനിന് പാരലായിട്ട് സി കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ വരച്ചു അല്ലേ? ഇവിടെ എന്തായിരിക്കും? എ ഇ എന്ന് പറഞ്ഞ ലൈനിന് പാരലായിട്ട് ഡി കൂടെ പാസ് ചെയ്യണ ഒരു ലൈൻ വരയ്ക്കാം. പാരലൈൻ വരയ്ക്കുക എങ്ങനെയാ? ഇവിടെ വരച്ച് കഴിഞ്ഞാൽ സെറ്റ് സ്ക്വയർ സ്കെയിൽ വെച്ചിട്ട് അല്ലേ? ഇവിടെ അതേപോലെ തന്നെയാണ് വരയ്ക്കേണ്ടത്. സെറ്റ് സ്ക്വയറും സ്കെയിലും വയ്ക്കുക. ഇവിടെ സെറ്റ് സ്ക്വയർ വയ്ക്കുക. ഈ ഡയഗണലിൽ സെറ്റ് സ്ക്വയർ വയ്ക്കുക. സ്കെയിൽ ഫിക്സ് ആയിട്ട് വയ്ക്കുക. സെറ്റ് സ്ക്വയർ മൂവ് ചെയ്യുക അല്ലേ? എവിടെ വരെ മൂവ് ചെയ്യണം? ഈ ഡി എന്ന പോയിന്റിൽ ടച്ച് ചെയ്യണവരെ മൂവ് ചെയ്യുക. അവിടെ എന്ത് ചെയ്യുക? അവിടെ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അവിടെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. എന്താണ് നമുക്ക് ഈ പേര് കൊടുക്കുന്നതിന്? ഒരു ജി എച്ചിന് പേര് കൊടുത്തു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഞാൻ അവിടെ ചെയ്തെന്താണ്? ബി എഫും ജോയിൻ ചെയ്തു അല്ലേ? അപ്പോൾ ഇവിടെ തന്നെയാണ് എയും എച്ചും ജോയിൻ ചെയ്തു. നേരെ ജോയിൻ ചെയ്യുക. താഴെക്കോട്ടെ നേരെയാണ് ജോയിൻ ചെയ്യേണ്ടത്. എക്സ്ട്രാ വേണ്ടെങ്കിൽ മാറ്റിയാൽ മതി. എയും എച്ചും ജോയിൻ ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? എയും എച്ചും ജോയിൻ ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് പറഞ്ഞത്? ഏതും ജോയിൻ ചെയ്യാനുള്ളത്? ഇയും എച്ചും ജോയിൻ ചെയ്യണം. അപ്പോൾ എന്തോരും? ഇയും എച്ചും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്യുക? നമുക്ക് ഇനി ആവശ്യമായ ട്രയാങ്കിൾ ഇതിനുള്ളിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുള്ള അല്ലേ? അപ്പോൾ നമുക്ക് ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആവശ്യമായ എന്താണോ വരയ്ക്കാൻ പറയണത് ജസ്റ്റ് ഷെയ്ഡ് ചെയ്ത് വരയ്ക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ഒന്നും മനസ്സിലായില്ല. ഇവിടെ പറയുന്നത് മാത്രം കാണുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഷെയ്ഡ് ചെയ്തപ്പോൾ ട്രയാങ്കിൾ ഇട്ടില്ല ചെയ്യും. ഉണ്ടോ? ഇത് ട്രയാങ്കിൾ അല്ലേ? ഇതാണ് നമുക്ക് ആവശ്യമായ ട്രയാങ്കിൾ. ഏതാണ് ട്രയാങ്കിൾ? HEF. ഇതാണ് നമ്മളോട് വരയ്ക്കാൻ പറ്റുന്ന ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ പ്രത്യേകം എന്തായിരിക്കും?
ഈ പെന്റഗണിന്റെയും ഈ ട്രയാങ്കിളിന്റെയും ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ആവശ്യമായ ട്രയാങ്കിൾ. നമ്മൾ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലേ. ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ട്രയാങ്കിളിന്റെ ബേസ് എന്താണ്? HF. മൊത്തമാണ് ട്രയാങ്കിളിന്റെ ബേസ് കേട്ടോ, HF. അപ്പൊ എന്ത് ചെയ്യാ? ഹാഫ് ഇൻറ്റു HF ഇൻറ്റു ഹൈറ്റ്. ഒക്കെ എത്രയാണ്? ഒക്കെ നമ്മൾ ഇങ്ങനെ മെഷർ ചെയ്യണം. മെഷർ ചെയ്യുമ്പോൾ നമുക്ക് പൊക്കം കിട്ടും. ഈ ഐ എന്ന് കൊടുക്കാം നമുക്ക്. എന്താ ചെയ്യാ? അപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ മെഷർ ചെയ്യാട്ടോ. എന്റെ ബോർഡിൽ വരച്ചുകൊണ്ട് എനിക്ക് കറക്റ്റ് മെഷർമെന്റ് കിട്ടില്ല. ഞാൻ ഒന്ന് ലൈനില് നോട്ട്ബുക്കിൽ വരച്ചു നോക്കിയപ്പോ എനിക്ക് കിട്ടിയ മെഷർമെന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ HF എന്ന് പറയുന്നത് 8 ആണ്. ഈ മൊത്തം കിട്ടിയത് 8ഉം ഈ ഹൈറ്റ് കിട്ടിയത് 6.5 ആണ്. ഹൈറ്റ് പൊക്കം കിട്ടിയത് 6.5 ആണ്. നിങ്ങൾക്ക് ഏകദേശം ഈ അടുത്ത് തന്നെ കിട്ടുമായിരിക്കും. അപ്പൊ നിങ്ങൾ ഏകദേശം അടുത്ത് തന്നെ കിട്ടണം കേട്ടാ. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഹാഫ് ഇൻറ്റു ബേസ് അല്ലേ. ബേസ് എന്ന് പറയുന്നത് H തുടങ്ങി F വരെയുള്ള നീളം എനിക്ക് 8 കിട്ടി. അതിൽ എന്താണ്? ഈ ഉയരം എനിക്ക് എത്ര കിട്ടിയത്? 6.5. അപ്പൊ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? 65 ഇൻറ്റു 8 അല്ലെ, 40 റിമൈൻഡർ 4 48 പ്ലസ് 4 52. ഒരു പോയിന്റ് ഉണ്ടായല്ലേ, ഒരു പോയിന്റ്. അപ്പോൾ ഒരു നമ്പർ നീക്കിയിട്ട് ഒരു പോയിന്റ് ഇവിടെ ഇടാം. അപ്പോൾ അതാണ് 52. 52.0 എന്ന് പറഞ്ഞാൽ 52 തന്നെയല്ലേ? 52. ഇനി എന്താണ്? ഒരു ഡിവൈഡ് ബൈ 2 ഇങ്ങനെ കിടപ്പുണ്ടല്ലേ. 52 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 2 4 1 2 6. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടിയ ഏരിയ? കിട്ടിയ ഏരിയ എന്ന് പറയുന്നത് 26 സെന്റിമീറ്റർ സ്ക്വയർ. കിട്ടിയ ട്രയാങ്കിളിന്റെ ഏരിയ 26 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ എങ്ങനെയാണ് ഇത് വരയ്ക്കുന്നത് ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യം റെഗുലർ പെന്റഗൺ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. റെഗുലർ പെന്റഗൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? സൈഡ്സ് ഒക്കെ എല്ലാവരും സെയിം ആയിരിക്കണം. അപ്പൊ ഞാൻ അവിടെ എടുത്തത് 4 സെന്റിമീറ്റർ സൈഡുള്ള റെഗുലർ പെന്റഗൺ ആണ്. അപ്പൊ എല്ലാ വശവും 4 തന്നെ ആയിരിക്കണം. അപ്പൊ നമ്മൾ ആദ്യം 4 സെന്റിമീറ്റർ വശമുള്ള റെഗുലർ പെന്റഗൺ വരച്ചു. എല്ലാ ആംഗിളും എത്രയാണ്? എല്ലാ ആംഗിളും സെയിം ആയിരിക്കണം. 108 ഡിഗ്രിയാണ് ഓരോ ആംഗിളും. അങ്ങനെ നിങ്ങൾ ആർക്കട്ട് ചെയ്ത് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ട് നമ്മൾ പെന്റഗണിന്റെ ഒരു ഡയഗണൽ എടുത്തു, ഒരു ഡയഗണൽ ജോയിൻ ചെയ്തു. ആ ഡയഗണലിന് പാരലായിട്ട് ഈ സി എന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ബിയും എഫും ജോയിൻ ചെയ്തു, ഇയും എഫും ജോയിൻ ചെയ്തു. ഒരു സൈഡ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത സൈഡിൽ എന്ത് ചെയ്യുക? അടുത്ത ഡയഗണൽ ഉണ്ട് അല്ലേ, എ ഇ എന്ന ഡയഗണൽ ജോയിൻ ചെയ്തു. അതിന് പാരലായിട്ട് ഡി എന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യണ പാരലൽ ലൈൻ വരച്ചു. പാരലൽ ലൈനൊക്കെ നിങ്ങൾ സെറ്റ് സ്ക്വയർ സ്കെയിൽ വെച്ച് വരയ്ക്കണം. വെറുതെ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റിപ്പോവും. അപ്പം കറക്റ്റ് മെഷർമെന്റ് എടുത്ത് തന്നെ എല്ലാവരും ചെയ്യാട്ടോ. പാഠം കൺസ്ട്രക്ഷൻ ആണ്, അതുകൊണ്ട് തന്നെ മെഷർമെന്റിന് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക? എയും എച്ചും ജോയിൻ ചെയ്തു, ഇയും എച്ചും ജോയിൻ ചെയ്തു അല്ലേ. അപ്പം നമുക്കിങ്ങനെ ഉള്ളിലൊരു ട്രയാങ്കിൾ കിട്ടും. ആ ട്രയാങ്കിൾ നിങ്ങൾ ഷെയ്ഡ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. നമുക്ക് ആവശ്യമായത് ഈ ട്രയാങ്കിൾ വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ട്രയാങ്കിൾ കിട്ടി. നമ്മളോട് പിന്നെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനും കൂടി ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. പരപ്പളവ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഏരിയ ഈക്വൽ ടു, ഇനി പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് എന്ത് ചെയ്യുക? നിങ്ങൾ മെഷർ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ ബേസ് നിങ്ങളിപ്പോൾ 4 സെന്റിമീറ്റർ അയാൾ എടുത്തുകൊണ്ടാണ് എനിക്ക് 8 കിട്ടിയത്. ഇപ്പം നിങ്ങൾ 5 സെന്റിമീറ്ററിന്റെ പെന്റഗൺ വരയ്ക്കണമെങ്കിൽ എന്തായാലും 8നേക്കാളും കൂടുതലായിരിക്കും. അപ്പം നിങ്ങൾ എടുക്കുന്ന പെന്റഗണിന്റെ വശത്തിനനുസരിച്ച് ഈ മെഷർമെന്റും മാറും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേണം കാൽക്കുലേഷൻ ചെയ്യാനായിട്ട്. എന്താ? ഹൈറ്റ് മെഷർ ചെയ്യുക. എനിക്ക് കിട്ടിയത് 6.5 ആണ്. നിങ്ങൾക്ക് കൂടിയ പെന്റഗൺ 5 സെന്റിമീറ്റർ പെന്റഗൺ നിങ്ങൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഹൈറ്റ് ഇതിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? ഇത് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്താണ്? 1/2 ഇൻറ്റു 8 ഇൻറ്റു 6.5. 6.5 ഇൻറ്റു 8 എന്ന് പറയുന്നത് എത്രയാണ്? 52 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 26. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? 26 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇത് മനസ്സിലായിരിക്കുന്നു. കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ 2 പ്രാവശ്യമൊക്കെ വരയ്ക്കുമ്പോൾ കാണാട്ടോ, കറക്റ്റായിട്ട് മെഷർമെന്റ് എടുത്ത് വരയ്ക്കാം. എന്തെങ്കിലും സംശയം, ഇതുവരെ ആരും സംശയങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അറിയിക്കണം. എന്നാലും നമുക്ക് ക്ലാസ് അതിനനുസരിച്ച് മാറ്റം വരുത്താൻ പറ്റുള്ളൂ. പയ്യെ പോണുള്ളൂ. കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് ഭാരമായതുകൊണ്ട് ഞാൻ പയ്യെ പോണുള്ളൂ. ഇന്നിപ്പോൾ നമ്മൾ 2 പ്രോബ്ലം ചെയ്തുള്ളൂ അല്ലേ. അപ്പോൾ ആ 2 പ്രോബ്ലം നല്ല വൃത്തിയായിട്ട് നോട്ട്ബുക്കിൽ ചെയ്യാം.
ഒരു ദിവസം ഞാൻ പറയും നിങ്ങളുടെ നോട്ട്ബുക്ക് ഫോട്ടോ എടുത്തിടാൻ പറയും. അപ്പോൾ നിങ്ങൾ എന്നെ റെഡി ആയിട്ടിരിക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്തത് നമുക്ക് നാളെ എടുക്കാം.